ചേട്ടാ, ബംഗ്ലാദേശിൽ അറിയാലോ ഇപ്പോൾ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുകയാണ്. അതായത് ഒരു ഹിന്ദു പുരോഹിതനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ബംഗ്ലാദേശിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അദ്ദേഹത്തിന് മതിയായ ചികിത്സ മുഹമ്മദ് യൂനിസ് സർക്കാർ നിഷേധിക്കുന്നുവെന്നും പുറത്തു വരുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? എന്തായാലും ഈ ബംഗ്ലാദേശിലെ ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പിന്നീട് വംശീയ കലാപം ഉണ്ടാകുന്നു. അതാണ് ഇന്ന് ലോകത്തിലെമ്പാടുമുള്ള ചർച്ച. അവിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ആക്രമണം വർദ്ധിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. പിന്നീടായിരുന്നു ഈ നവംബർ 15-ന് അവിടുത്തെ ഹിന്ദു സന്യാസിയായ ഇസ്കോണിൻ്റെ സന്യാസിയായ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം കാരണം ഇതെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ അവരെ പുറത്താക്കുകയാണല്ലോ. അവർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അവരെ പുറത്താക്കി. അവർ ഇന്ത്യയിൽ അഭയം തേടിയതിന് പിന്നാലെ ആയിരുന്നു ഈ പ്രക്ഷോഭം മറ്റൊരു രീതിയിലേക്ക് തിരിയുന്നത്. അവിടെ വംശീയമായി തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടെ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ യൂനിസ് വന്നപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും. കാരണം അദ്ദേഹം ഒരു നോബൽ പ്രൈസെല്ലാം നേടിയ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ പ്രതീക്ഷ അവിടെ എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നും കണ്ടിട്ടില്ല. പിന്നീട് നിരന്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോഴാണ് ഈ ചിന്മയ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ, ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ ഈ ഹിന്ദുക്കളും അതോടൊപ്പമുള്ള ബുദ്ധന്മാരും ഈ ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങുന്നത്. അങ്ങനെ തെരുവിലിറങ്ങിയ ശേഷമായിരുന്നു ഇത്തരം ഇവരെ ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനവുമായി യൂനിസ് ഗവൺമെൻറ് തന്നെ രംഗത്ത് പോകുന്നു. അന്ന് എല്ലാവരും ഞെട്ടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യക്തി, ഈ നോബൽ സമ്മാന ജേതാവ് ഒരു നയിക്കുന്ന ഒരു സർക്കാർ എങ്ങനെ ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എല്ലാവരും അതിശയിച്ചിരുന്നു. പിന്നീട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായി തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇവരുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയത്, ഈ സന്യാസിയുടെ നേതൃത്വത്തിൽ. അതിൽ പക കൊണ്ടാണ് അവർ ഇദ്ദേഹത്തിനെതിരെ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണ്. അത് ഇത്തരത്തിലൊരു പൊതുപരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രമണം നടക്കുന്നതായും ഈ പൊതു ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഒരു പരിപാടി വച്ചപ്പോഴായിരുന്നു അതിൽ പതാക അപമാനിച്ചു എന്ന രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു. പിന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ വക്കീൽ കോടതിയിലെത്തുന്നു. കോടതിയിലെത്തിയ വക്കീലിനെ ചിലർ തല്ലിക്കൊല്ലുന്നു. അത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങൾ ഉണ്ടായത്. പിന്നീട് ഇദ്ദേഹം ജാമ്യാപേക്ഷയുമായി പോവുകയാണ് കോടതിയിൽ. 2-3 തവണ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ സമീപിച്ചപ്പോൾ കോടതി അതിന് അനുകൂലമായ നിലപാടെടുത്തില്ല. അത് കാരണം സർക്കാരിൻ്റെ ഒരു നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് കോടതി അംഗീകരിച്ചാലല്ലേ പറ്റൂ. കാരണം ഈ സർക്കാർ പലതവണ റിപ്പോർട്ട് നൽകുകയാണ്. ഈ ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഇസ്കോണിനെ നിരോധിക്കണമെന്ന് പറയുന്നു, ഈ സന്യാസിയെ നിരന്തരം ജയിലിലടയ്ക്കണമെന്ന് പറയുന്നു, ജാമ്യം നൽകരുത് എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരെ ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ എന്തായാലും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം, ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. ആരോഗ്യം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുവാനോ മതിയായ ചികിത്സ കൊടുക്കുവാനോ അവിടുത്തെ ഇടക്കാല സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ഇസ്കോണും അവിടെയുള്ള ഹിന്ദു സംഘടനകളും മറ്റു മനുഷ്യാവകാശ പ്രവർത്തകരുമെല്ലാം പറയുന്നത്. കാരണം ഇദ്ദേഹത്തെ 2 തവണ അങ്ങനെ ഗുരുതരമായി തന്നെ ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ 2 തവണ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അവിടെയൊന്നും കൃത്യമായ ചികിത്സ കൊടുക്കുവാൻ ഇവർ തയ്യാറാകാതെ വീണ്ടും ഇദ്ദേഹത്തെ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ചെയ്തത് ഒരു ചെറിയ ഒരു പതാകയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു കരടാകാനുള്ള കാരണമോ ആ ന്യൂനപക്ഷങ്ങളുടെ ഈ പ്രക്ഷോഭങ്ങളും അവരെ ഐക്യപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം മുന്നോട്ട് പോയി എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. പക്ഷേ എന്തായാലും ഈ ആഗോളതലത്തിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. അത് ഇംഗ്ലണ്ടിലുണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് ഇതിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് നാം കണ്ടത് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്നും ഇടപെടലുണ്ടായിട്ടുണ്ട്. വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്നും ഈ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലാണല്ലോ ഈ ബംഗ്ലാദേശിൻ്റെ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പല ഇടപെടലുകളും ഉണ്ടായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ആത്മാർത്ഥമായ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. തുടക്കത്തിലെല്ലാം വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്നും പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത്തരം വംശീയ പ്രശ്നങ്ങളൊന്നും അവിടെ ബംഗ്ലാദേശിൽ അനുവദിക്കാൻ പാടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നെല്ലാം വൈറ്റ് ഹൗസിൽ നിന്നും പ്രസ്താവനകൾ ഉണ്ടായെങ്കിലും ഈ അവിടുത്തെ ഹിന്ദു സംഘടനകൾക്കൊന്നും ഈ ജോ ബൈഡനിൽ ഇപ്പോൾ പ്രതീക്ഷയില്ല. അവരെല്ലാം ട്രംപുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ എത്തിയിട്ടില്ല. ജനുവരി 30 അദ്ദേഹം
അധികാരത്തിലെത്താൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ സംഘടനകൾ, പല ന്യൂനപക്ഷങ്ങളുമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ട്രംപ് ഈ കാര്യത്തിൽ ഇടപെടണം. കാരണം ട്രംപ് ഇടപെട്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തണം, അതിൻ്റെ ചർച്ചകൾ നടത്തണം, അല്ലാത്ത പക്ഷം എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്നെല്ലാം ഇത്തരം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. കാരണം ഇതിന് തുടക്കം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിദേശകാര്യ സെക്രട്ടറി അവിടെ എത്തി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടമട്ട് മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ ആ രീതിയിലുള്ള അവരൊന്നും ഈ ചർച്ചകളും ഈ വിമർശനങ്ങളൊന്നും അങ്ങനെ കൃത്യമായി തന്നെ അതിനെതിരെ പരിഹരിക്കണമെന്ന ചിന്ത അവരുടെ ഭാഗത്തില്ല. അവരെന്തായാലും ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രഭു ചിന്മയ കൃഷ്ണദാസിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ലോകമെമ്പാടും ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ദിനവും കൊണ്ടാടുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ചിന്മയ കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട് ഇസ്കോണിൻ്റെ ഭാഗത്ത് നിന്നുള്ള അവരെ നിരോധിക്കാനുള്ള നടപടികളുമായെല്ലാം ഒരു ഭാഗത്ത് ആ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ അവർ തുടരുന്നു എന്നതാണ്. കാരണം മുൻ ചർച്ചകളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഇന്ത്യയുടെ പല പ്രദേശങ്ങളും ആവശ്യപ്പെടുകയാണ്. ബംഗ്ലാദേശ് തങ്ങളുടെ ഭാഗമെന്ന് അവകാശപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികർ അവിടെ ദിവസങ്ങൾക്കകം തന്നെ എത്തും. അവിടെ എത്തി ഇവർക്കുള്ള പരിശീലനം നൽകും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു, അവിടെ സ്ഫോടന വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ട്. അത് സ്ഫോടന വസ്തുക്കൾ എത്തിക്കുന്നത് ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളും രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു തിരിച്ചടിയുണ്ട്. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചത് കൊണ്ട് ബംഗ്ലാദേശിന് കിട്ടിയ തിരിച്ചടിയാണ് മ്യാൻമാറിൽ നിന്നുള്ള വിമതസേന 271 കിലോമീറ്ററിലധികം ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് ഈ അരേക്കൻ ആർമി പിടിച്ചെടുക്കുന്നു. കാരണം ആ ദ്വീപുമായി ബന്ധപ്പെട്ടാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ തന്നെ അധികാരം പോകുന്നത്. കാരണം ആ ദ്വീപ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. കാരണം തന്ത്രപ്രധാനമായ മേഖലയാണ്. കാരണം ഈ അമേരിക്കയ്ക്ക് അറിയാം ഇനി വളർച്ച ഉണ്ടാകാൻ പോകുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. അങ്ങനെ സാമ്പത്തികമായും സൈനികമായും രണ്ട് രാജ്യങ്ങൾ വളർന്നാൽ തങ്ങളെ ബാധിക്കുമെന്ന ചിന്ത അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അവരെ തകർക്കുക, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കടന്നു കയറാനും അവരുടെ സൈനിക താവളങ്ങൾ ക്രമീകരിക്കാനും അവരുടെ സൈനികരെ എത്തിക്കുവാനും അവരുടെ സൈനിക ക്യാമ്പായി മാറ്റാൻ പറ്റിയ ഏറ്റവും അനുകൂലമായ ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് മാർട്ടിൻ ദ്വീപ്. ആ ദ്വീപിലേക്ക് ഇപ്പോൾ വിമതസേന, മ്യാൻമാറിൽ നിന്നുള്ള വിമതസേന കടന്നു കയറി ആ പ്രദേശം പിടിച്ചടക്കിയതായുള്ള അരാക്കൻ സൈന്യം ഈ പിടിച്ചെടുക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വെല്ലുവിളികളും ഇന്ത്യയെ വെല്ലുവിളിക്കുക, അതോടൊപ്പം തന്നെ ഈ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ബുദ്ധന്മാർക്കുമെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും എല്ലാം ഇത്തരം വർഗീയമായ നിലപാടുകൾ, വംശീയമായ ഈ ആക്രമണങ്ങൾ ബംഗ്ലാദേശിനാണ് ആത്യന്തികമായി അവസാനം തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിലിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ ബംഗ്ലാദേശിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. എന്നിട്ടും അവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ സ്ഥലങ്ങൾ വേണമെന്ന്. ഇനി ഇന്ത്യയും കൂടെ ആക്രമിച്ച് ആ രാജ്യം പൂർണ്ണമായി ഇല്ലാതാക്കുവാനാണോ ഇപ്പോൾ അവിടെയുള്ള ഭരണാധികാരി മുഹമ്മദ് യൂനിസിൻ്റെ ലക്ഷ്യമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.